കിണറ്റില് റിങ് ഇറക്കണ്ടേ ഇറക്കുവോ? പിന്നെ നമുക്ക് സിമെന്റ് കൂട്ടാണ്ട് അത് കൂട്ടുവോ? അതും അറിയില്ലേക്കാരം. പുല്ല് പറിക്കാണ്ട് തൊടൂല് കുറച്ചടിയും കാര്യം പുല്ലും ഒക്കെ ഞങ്ങൾ കുറച്ചവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്റ്റേഷനിലായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് പണികളുണ്ട്. സിമെന്റിന്റെ റിങ് ഇങ്ങോട്ട് കഴിയില്ല. കാരണം പ്ലാസ്റ്റിക്കിന്റെ റിങ് ഞാൻ ഇറക്കുള്ളൂ. കാരണം അത് കാനം ഉണ്ടാവില്ല. സിമെന്റ് കൂട്ടാൻ എനിക്കറിയില്ല. അറിഞ്ഞിട്ടല്ല പിന്നെ നിറച്ച് കുരു പൊന്തിന് കാലുകളിൽ. ഭയങ്കര അലർജി സിമെന്റ്. പുല്ലിന്റെ മുന്നിലുള്ള ഞാൻ നടക്കുന്നത് അത് എനിക്ക് നല്ലോണം അറിയും. പിന്നെ എൻ്റെ ഒരു പണിക്കാരനുണ്ട്, അനീഫ, നല്ല പണിക്കാരനാണ്. അതുപോലെ നമ്മള് പണിക്കാരെ കിട്ടിയോ? രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. അത് മൊയ്തും അനീഫയും. ഞാനിപ്പോ എവിടൊക്കെ തെരഞ്ഞു നടന്നറിയ രണ്ടാളെ കിട്ടാൻ. അവര് റിങ് ഇറക്കൂല, സിമെന്റിന്റെ അതാണ് ഞാൻ ഇറക്കുള്ളൂ. പ്ലാസ്റ്റിക് ആണെങ്കിൽ സിമെന്റ് വലിക്ക് പറ്റൂല. പിന്നെ ചെടി പറിക്കാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതാകുമ്പോ സുഖപ്പണിയാണല്ലോ. അതാണ് ഇപ്പൊ അവര് പറഞ്ഞത്. പിന്നെ അവരെന്തൊരു പണിക്കാരാ, പോച്ച പറിക്കാൻ മാത്രമാണെങ്കിൽ എന്താ പണിക്ക്? എന്താ ഇപ്പൊ കിട്ടുക? എനക്ക് ഇവിടെ ഒന്ന് പറഞ്ഞാ മതി. ഞാനിപ്പോ അവിടെ ഒരുപാട് നേരമായി തെരഞ്ഞെടുക്കണേ. ഏതായാലും കിട്ടിയതാവാ പോയി പറഞ്ഞേ. നല്ല പുല്ല് പറിക്കുന്നുണ്ടോന്ന് നോക്കാം. ചെടിയൊക്കെ എവിടെ ചട്ടി വെക്കാം ഒക്കെ ചെയ്യിച്ച ഇങ്ങനെ കിടന്നിട്ട് ഇതിന്റെ ഭംഗി എങ്ങനെ അറിയും? അതിനകത്തൊക്കെ നല്ല ഇതായിട്ടുണ്ടല്ലോ. നമ്മളിവിടുന്ന് ഒന്ന് മാറി നിന്ന് നോക്കുമ്പോഴേ ഇവിടെ മറ്റേ ആ മൂച്ചൊക്കെ വലുതായി. കാ പിടിച്ച് വിളഞ്ഞിരിക്കുന്നല്ലോ. പറിക്കാനൊന്നും അറിയില്ല. ജാതിക്ക അതാ നല്ല ഇതായിട്ടുണ്ട് വിളഞ്ഞ്. അതൊന്ന് പറിപ്പിക്കണം. അതൊക്കെ പറ്റിങ്ങൾ എടുക്കുമെന്ന് ആർക്കറിയാ? അത് പറ്റൂല, അത് പറ്റൂല, ഒരു പണിയും പറ്റൂല. പുല്ല് ചെടി വെച്ചാൽ കവുങ്ങമ്മലൊക്കെ ചെറിയ തെങ്ങുമ്മലൊക്കെ തേങ്ങ അതിലൊക്കെ വെള്ളം ഉണ്ടാവൂട്ടാ. ഇപ്പൊ വെള്ളം നിറഞ്ഞിട്ടാണ്. ആ തെങ്ങതാ, ആ തെങ്ങ് ഇനി വളമിട്ട് മൂടാണ്ട്. അതൊക്കെ തുറന്നാൽ ഇതൊക്കെ ഇപ്പൊ ഞാൻ അടുപ്പിച്ചാണ്. ഇതൊക്കെ ഇവിടെ ഇതിലൊക്കെ പെട്ടിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോ നമുക്ക് അവിടെ കുറച്ച് പണി ബാക്കി. അതൊക്കെ അവരെ കൊണ്ട് എടുപ്പിക്കാം. അത് വർക്കിച്ചേ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന ആർക്കറിയാം. ഇവർക്ക് ഒരു പണി. അപ്പൊ ഇവർക്കാണെങ്കിലോ ഒരു പണിയും അറിയില്ല. ഇവരിപ്പോ മുന്തിയ പണിക്കാരാണ്. പറഞ്ഞാല് ഏതായാലും ആണ്ട് പോവാ. ഇങ്ങോട്ട് വാങ്ങിട്ട് അതുകൊണ്ടാ വെള്ളം എടുക്കണേ. ഇതിപ്പോ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരും വെള്ളം. കണ്ടാ ഇങ്ങോട്ട് മൊത്തത്തിൽ ഉണങ്ങി പോയല്ലോ. അതൊക്കെ ഉണങ്ങിപ്പോയി. നമുക്ക് ബാക്കി ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാറിയാം. ഇത് ഫുള്ള് നമുക്ക് അവരെ കൊണ്ട് ഫുള്ള് ശരിയാക്കി കംപ്ലീറ്റ്. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നുണ്ട് കേക്ക്. ഒരു മിനിറ്റ്. ഈ പുല്ല് ഫുള്ള് പെടുന്നാണ്ട് അങ്ങനാണ്ട് ഫുള്ള് വീജി ഇതാക്കണം. കംപ്ലീറ്റ് ഫുള്ള് ചെത്തി ഒഴിവാക്കുക. നിങ്ങൾ ചെത്തപ്പെട്ട് നോക്കിക്കണ് ആണ്ട് നോക്കി അവിടെ അവിടെ ഞാൻ പറഞ്ഞില്ല. ആ വായ അവിടെ നിർത്തങ്ങാണ്ട് കുഴിച്ചിടാണ്ട് ഇവിടെ ഫുള്ള് ഇത് വൃത്തിയാക്കുക. അതേമാതിരി അവിടെയും കുറെ പണിയുണ്ട്. ഓരോരുത്തർ മാത്രം ഇങ്ങനെ കൊത്തിക്കൊണ്ട് നിൽക്കരുത്. വിളിച്ചു കൊടുത്തപ്പോ തന്നെ നിങ്ങൾക്ക് റിങ്ങർക്കാൻ അറിയില്ല, മറ്റേത് അറിയില്ല, തൊടു നന്നാക്കാൻ അറിയാം. എന്നിട്ട് നെറ്റാണേല മാത്രം ഇവിടെ ഇവിടൊക്കെ ഈ പുല്ല് ഫുള്ള് ഞാൻ വരുമ്പോഴത്തേന് ഇതാണ്. ദീപേ ദീപേ ഇത് കാണിച്ചു കൊടുക്കട്ടോ. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. റെഡിയാക്കി പുല്ല് വള്ളിപ്പുല്ലാണ്, മൊത്തം വള്ളിപ്പുല്ലാണ്. വള്ളിപ്പുല്ല് ഉണ്ടാവും. പണികളൊക്കെ ചെയ്തോ? പണിയൊക്കെ വൃത്തിയാക്കി അവിടെ കിടക്കുവാണല്ലോ. എന്താ പണിയാ ഇത്? നിങ്ങൾ എന്താ എന്നെ കണ്ടിട്ടില്ലേ? നിങ്ങൾ പണി ചെയ്യും മനുഷ്യ. എന്തെങ്കിലും നോക്കി നിൽക്കാണ്ട്
ഇതെല്ലാം അവിടെ കിടക്കുക. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം അങ്ങ് വെട്ടി നല്ല ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ച് പുതിയ കൃഷികളും ചെടികളും ഒക്കെ നമുക്കൊന്ന് നട്ട് വൃത്തിയാക്കി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങളുടെ അടുത്ത വരക്കത്തില് അതിനൊക്കെ പച്ചക്കറിയാണ് ഞങ്ങൾക്ക്. ഇതേ ഞങ്ങൾക്ക് 10 മണിക്ക് ചായയാണോ, പിന്നെ 1 മണിക്ക് നെയ്ച്ചോറ്, പിന്നെ 4 മണിക്ക് സുലൈമാനി. എല്ലാത്തിനും ലിസ്റ്റ് നിർത്തി ഇവിടെ. അത് ഞങ്ങൾ നോക്കട്ടെ ഈ ചെയ്യുന്ന പണികൾ എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ലിസ്റ്റിലുള്ളതൊക്കെ എങ്ങനെയൊക്കെ തരണമെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കാം. പാല് കറന്നതോ നെയ്യ് ചേർത്തതോ ഏത് വേണേലും ആവാം. പക്ഷേ ചെയ്യുന്ന പണിക്ക് ആത്മാർത്ഥത വേണം. ഇല്ലെങ്കിൽ ഞങ്ങളും തിരിച്ച് അതേ ആത്മാർത്ഥതയെ കാണിക്കും. ഒന്ന് വേഗമാവട്ടെ. ഇങ്ങനെ അവിടെ തന്നെ കിളച്ച് തിന്നാലേ ഉണ്ടാവാ ഇതൊക്കെ. ഇത് പഴയ വണ്ടിയാണ്, ഇത്രയൊക്കെ ഓടാൻ പറ്റുള്ളൂ. എന്നിട്ട് പഴയ വണ്ടിയുടെ ലിസ്റ്റ് അല്ലല്ലോ പറഞ്ഞത് മൊത്തം. പഴയ വണ്ടിയിൽ എത്രയൊക്കെ അങ്ങോട്ട് പോകും? ഇത്രയൊക്കെ നടക്കുള്ളൂ. അത് കണ്ടാ പറയത്തില്ലല്ലോ. പുല്ല് പറിക്കുന്നതിന് മാത്രം പഴയ വണ്ടി, മുന്നോട്ട് പറഞ്ഞു വിടുന്നതിനെല്ലാം പുതിയ വണ്ടി. കൊള്ളാം നന്നായിരിക്കും. പെട്ടെന്ന് പണി ചെയ്തേ കേട്ടോ. ഇത് ഒരുപാട് ചെയ്യുന്നില്ല ഇങ്ങനെ എന്തോരോ കിടക്കുന്നത്. രണ്ടുപേരും ഓരോരുത്തർ തന്നെ നിങ്ങൾ ചെറുണ്ട് നിൽക്കാതെ അവിടെ എല്ലാം ഞാൻ ക്ലിയർ ചെയ്യാൻ കിടക്കല്ലേ. പിന്നെ പറഞ്ഞില്ലേ കുറച്ച് കിടക്കല്ലേ എന്ന് വെച്ചാ. ഇവിടെ കഴിഞ്ഞില്ല പണി. ഇവിടെ എന്താ കൊയ്യെത്തി വെച്ചേണ്ടത്? മൊയ്തുക്കാനോട് തന്നെ ചോദിച്ചു. ഒന്നും പറഞ്ഞില്ലേ, ഞാൻ ഏൽപ്പിച്ചു പോയതല്ലേ. ഓന് ഉത്തരം തരുമെന്നേ. ഇപ്പൊ കഴിഞ്ഞ പണിയൊക്കെ കഴിഞ്ഞാ ദീപ ഇവിടെ എന്താ ഞാൻ എന്നെ ഏൽപ്പിച്ചു പോയതില്ല. ഇവിടെ ഉണ്ടായിരുന്ന ജാതിക്കമരം ഇവിടെ അനിഫക്കാരനോട് ചോദിച്ചു. എല്ലാ മരം ഇപ്പൊ വെട്ടിയാ, ഒറ്റൊന്നും ഇല്ലേ? എല്ലാം വെട്ടി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള കൂലിക്ക് വന്നാ ഞങ്ങളെ പണി മൊത്തം ക്ലിയർ ആയിട്ടോ. പണി കഴിഞ്ഞാ? പണി കഴിഞ്ഞ് കൂലിക്ക് വന്നാണല്ലേ? എന്താ അവിടെ കാട്ടി വെച്ചേണ്ടത്? ഉള്ള മരം മുഴുവൻ വെട്ടിക്കണല്ലോ. കണ്ടമാനം ഞാൻ കാണിച്ചെന്ന മാതിരിയല്ലല്ലോ. ഇപ്പൊ കൂലി ഇങ്ങോട്ട് എന്റെ കോരാണ്. എന്താ അവിടെ കാട്ടി വെച്ചേണ്ടത്? 2,000-3,500 റുപ്യന്റെ മുതലാണ് ആസാക്കിയിട്ടുണ്ട്. അതെ, ആ വെട്ടിക്കളഞ്ഞ സാധനങ്ങളുടെ നഷ്ടപരിഹാരം ഇവിടെ കൊണ്ടുവയ്ക്കണ്ടേ? അപ്പൊ അതിന് നമുക്ക് അതിന്റെ കൂലി അങ്ങ് കൊടുക്കാം. അതന്നെ, ഇപ്പൊ കൂലി ഒന്നും ഞങ്ങള് പൊയ്ക്കോളിട്ടാ. അതെ, നിങ്ങളെത്താ പറഞ്ഞേ? മൊത്തം വെട്ടി നിരത്തിക്കൊള്ളി. ഞങ്ങൾ മൊത്തം വെട്ടി നിരത്തി പിന്നെ കൊത്തി ആകെ ക്ലിയർ ആക്കി. എത്താ നിങ്ങൾ പറയുന്നത്? ഒരു സാധനം ബാക്കിയാക്കണ്ട, ഫുള്ള് വെട്ടിക്കൊള്ളിയാണ്. നേരെ 7 മണിയായി. ഇതുവരെ ഞങ്ങൾ പണിയെടുക്കേനി. എന്തോ എത്താനത്? നട്ട കൃഷി വെട്ടിക്കളയാനാണോ പറഞ്ഞ? പുല്ല് വെട്ടി കംപ്ലീറ്റ് വെട്ടി നിരത്താനല്ലേ അത് മൊത്തം കാറിലത് കാണാൻ പ്രായമായില്ലേ? ആ പൈസ നമുക്ക് വാങ്ങാം. നമ്മള് പോവാ. കൊള്ളാമല്ലേ?